ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. കൊരിന്ത് സഭയിൽ ഉടലെടുത്ത ചില പ്രശ്നങ്ങളെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ അവർ പൗലോസിനോട് ആവശ്യപ്പെടുമ്പോൾ അവർ പ്രസ്താവിച്ചതായ വിഷയങ്ങൾ സഭയിലെ ഭിന്നപക്ഷങ്ങൾ, സഭയിൽ ലൈംഗിക അസാൻമാർഗികത നിലനിൽക്കുന്നു, സഹോദരങ്ങൾക്കിടയിൽ വ്യവഹാരങ്ങൾ, അവർ ജാതികളുടെ മുൻപാകെ വ്യവഹാരങ്ങൾക്ക് പോകുന്നു, ധാർമ്മിക മലിനീകരണം, അവരുടെ ഇടയിൽ മൂല്യച്യുതി സംഭവിച്ചിരിക്കുന്ന, ധാർമ്മിക മൂല്യങ്ങൾക്ക് ച്യുതി സംഭവിച്ചിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെയും പൗലോസിന്റെ മുൻപാകെ വരുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയത്തെ പൗലോസ് ഒന്നാമത് അഡ്രസ് ചെയ്യുകയാണ്. 1-ാം അധ്യായം 10 മുതൽ 4-21 വരെയുള്ള വാക്യങ്ങളിൽ സഭയിലെ ഭിന്നപക്ഷങ്ങൾ. നാം ശ്രദ്ധിക്കേണ്ടത് ഈ ലേഖനത്തിൽ പൗലോസ് സ്വീകരിച്ച ശൈലി ഏറ്റവും ശ്രദ്ധേയമാണ്. അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ, അവരെ ശാസിക്കുന്നതിന് മുൻപ് തന്നെ പൗലോസ് അവരുടെ വിശേഷപ്പെട്ട പദവിയെ പറ്റി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. അവര് ദൈവത്തിന്റെ വിശുദ്ധ സഹോദരന്മാരാണ്, എക്ലേഷ്യയാണ്, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണ്, ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവിന്റെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണ്, ക്രിസ്തുവിനെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരാണ്. ഇങ്ങനെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് 1-ാം അധ്യായത്തിൽ ദൈവജനത്തിന്റെ വിളിയിൽ ദൈവത്തിന്റെ ജ്ഞാനം, ആ വിഷയമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ എഴുതുന്നത്. ദൈവജനത്തിന്റെ വിളിയിൽ ദൈവത്തിന്റെ ജ്ഞാനം, അത് സംബന്ധിച്ച് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഇന്ന് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ സന്ദേശത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം എന്ന വിഷയം പൗലോസ് ഇവിടെ പറയുകയാണ്. 1-ാം അധ്യായത്തിൽ ദൈവജനത്തിന്റെ വിളിയിൽ ദൈവത്തിന്റെ ജ്ഞാനം, അതിനി ആവർത്തിക്കാൻ നമുക്ക് സമയമില്ല. 2-ാം അധ്യായത്തിൽ ക്രിസ്തീയ സന്ദേശത്തിൽ, കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കൊരിന്ത് പട്ടണം അഥേനയോടുള്ള സാമീപ്യ നിമിത്തവും യവന തത്വചിന്തകളുടെ ആ അതിപ്രസരത്താൽ സ്വാധീനിക്കപ്പെട്ടിരുന്ന നിമിത്തവും തത്വജ്ഞാനവും വാക്ചാതുരിയും കൊണ്ട് അനേകര് ദൈവജനത്തെയും വശീകരിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ കൊരിന്ത് പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അത് കൊരിന്ത്യ സഭയിലും അങ്ങനെ ഉണ്ടായിരുന്നു. ദൈവജനത്തെ പറ്റി കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പൊരു വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉപ്പിന്റെ ആ ഗുണങ്ങൾ ആ വെള്ളത്തിൽ വ്യാപരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഭൂമിയുടെ ഉപ്പായിരിക്കുന്ന ദൈവജനം അവരുടെ ധാർമ്മിക മൂല്യങ്ങളും നീതിബോധവും എല്ലാം, നീതിയും വിശുദ്ധിയും എല്ലാം, അത് ആ സമൂഹത്തിലേക്ക് വ്യാപരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ കൊരിന്ത്യ സഭയിൽ തിരിച്ചാണ് സംഭവിച്ചത്. സമൂഹത്തിന്റെ തിന്മകൾ അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കടന്നു. യവന തത്വചിന്തകന്മാർക്ക് പിന്നാലെ വിവിധ ചേരികളായി ജനം തിരിഞ്ഞിരുന്നത് പോലെ കൊരിന്തിലുള്ള വിശുദ്ധന്മാരുടെ ഇടയിലും വിവിധ ചേരികൾ. ചിലർ പൗലോസിന്റെ പക്ഷം, ചിലർ അപ്പല്ലോസിന്റെ പക്ഷം, ചിലർ കേഫാവ് അഥവാ പത്രോസിന്റെ പക്ഷം, ചിലർ ക്രിസ്തുവിന്റെ പക്ഷം. ഇങ്ങനെ പക്ഷം തിരിഞ്ഞത് കൊണ്ട് ദൈവജനത്തിന്റെ ലക്ഷ്യമായിരിക്കേണ്ടത് കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ അതിനു പകരം വേറെ ഭിന്നപക്ഷങ്ങളായി തിരിഞ്ഞ് ലോകത്തിന്റെ മധ്യേ ദൈവജനം, ദൈവസഭയെ അപഹാസ്യമാക്കി തീർക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് പൗലോസ് ഇവിടെ അവരുടെ വിളിയെ ഓർമ്മിപ്പിക്കുകയാണ് 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിൽ സുവിശേഷ സന്ദേശത്തിന്റെ മഹത്തായ ശക്തിയെ, അതിലുള്ള ദൈവജ്ഞാനത്തെ കുറിച്ച് സംസാരിക്കുകയാണ് 2-ാം അധ്യായത്തിൽ.
ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മഹത്തായ ശക്തി, ദ മൈറ്റി പവർ ഓഫ് ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. 2:1 വാക്യത്തിൽ പറയുന്ന, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. പൗലോസ് അവരെ അഭിസംബോധന ചെയ്യുന്നത് കണ്ടോണം. അവരുടെ ഇടയിൽ ഈ വിധ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ ഭിന്നപക്ഷങ്ങളുണ്ട്, അസാൻമാർഗിക ജീവിതമുണ്ട്, പലതുമുണ്ട്. എങ്കിലും പൗലോസ് അവരെ അഡ്രസ് ചെയ്യുന്നത് സഹോദരന്മാരെ സ്നേഹപൂർവ്വം അഡ്രസ് ചെയ്യുകയാണ്. കാരണം അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പൗലോസ് എന്നിട്ട് താൻ പറയുകയാണ്, തന്റെ പ്രഭാഷണ ശൈലി താൻ മികച്ചവനാകുക എന്നുള്ളതായിരുന്നില്ല പൗലോസിന്റെ ലക്ഷ്യം. കുരിന്തിലേക്ക് നുഴഞ്ഞു വന്ന കള്ളയപ്പോസ്തലന്മാരെ പോലെയോ യവന തത്വജ്ഞാനികളെ പോലെയോ തന്നെത്താൻ മഹത്വപ്പെടുത്തുകയായിരുന്നില്ല, മറിച്ച് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഉയർത്തുകയായിരുന്നു പൗലോസ് പ്രധാനമായും ലക്ഷ്യമാക്കിയിരുന്നത്. പൗലോസിന് ജ്ഞാനമില്ലാഞ്ഞിട്ടല്ല. പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെ ജ്ഞാനത്തിന്റെ വൈഭവം കൂടാതെ അത്രേ വന്നത്, ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് വലിയ ജ്ഞാനിയാണ്, നമുക്കറിയാം. ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പഠിച്ച് ന്യായപ്രമാണം പഠിച്ച് നല്ല അറിവുള്ളവനാണ്, ബഹുഭാഷാ പണ്ഡിതനാണ്. പ്രവർത്തികളുടെ പുസ്തകത്തിൽ നമ്മൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. യവന ഭാഷയും എബ്രായ ഭാഷയും എല്ലാം നന്നായി കൈകാര്യം ചെയ്യുവാൻ പണ്ഡിതനാണ്. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് പൗലോസിന് 2 MA ഉണ്ട്, 3 MA ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഏത് യൂണിവേഴ്സിറ്റി ആണെന്നും കൂടെ അവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു. അതൊക്കെ ചില അനുമാനങ്ങൾ ചുമ്മാതങ്ങ് പറയുന്നതാണ്. പക്ഷെ താൻ ദൈവവചനത്തിൽ ന്യായപ്രമാണത്തിൽ ആഴമായ പഠനം ഉള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ തന്നെ ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. പൗലോസിന്റെ ഭാഷയിൽ തന്നെ വെളിപ്പെടുന്നത് പോലെ ജ്ഞാനിയായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശിനെ ഉയർത്തുക, ക്രിസ്തുവിന്റെ ക്രൂശിനെ ഉയർത്തുക എന്ന ഒരു ലക്ഷ്യം മാത്രം പൗലോസിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി, മരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തമാകുവാൻ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന, നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തുക, ആ നിർമ്മല സുവിശേഷം അറിയിക്കുവാൻ മാത്രമാണ് പൗലോസ് ബന്ധപ്പെട്ടിരുന്നത്. തന്നെ പൊഴുത്തുവാനാണ് പൗലോസിന് ഒത്തിരി കാര്യം പറയാനുണ്ട്. ഫിലിപ്പിയ ലേഖനം 3:3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്നുണ്ട്. ഫിലിപ്പിയർ 3:3 മുതൽ 7 വരെ ഞാൻ പറയാം. 8-ാം നാൾ പരിച്ഛേദനയേറ്റവനാണ്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ഇസ്രായേൽ ഗോത്രക്കാരനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, ഇസ്രായേലിയനാണ്, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനിന്യൻ. ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനിന്യൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ന്യായപ്രമാണത്തിന്റെ കർമാചാരങ്ങളിൽ ഒന്നും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലാത്തവൻ. മറ്റൊരിടത്ത് ഗമാലിയേലിന്റെ കാൽക്കലിരുന്ന് പഠിച്ചവനാണ്, ന്യായപ്രമാണം പഠിച്ചവനാന്ന് പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ 37-ലും 22-ലും 22-ാം അധ്യായത്തിന്റെ 25, 29 വാക്യങ്ങളിലൊക്കെ താൻ റോമ പൗരത്വമുള്ളവനായിരുന്നു എന്ന് പറയുന്നുണ്ട്. റോമാ പൗരത്വം എന്ന് പറഞ്ഞാൽ അന്ന് വളരെ മതിക്കപ്പെടുന്ന ഒരു 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 വലിയ കാര്യമാണ് റോമൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഉള്ള പൗലോസ് തന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് തന്നിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുകയായിരുന്നില്ല, യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ഉയർത്തുക, അത് മാത്രമായിരുന്നു പൗലോസിന്റെ ലക്ഷ്യം. ക്രിസ്തുവിന്റെ ക്രൂശിനെ മറച്ചു കളയുവാൻ നമുക്കാർക്കും ഇടയാകരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞാൽ മാത്രം പോരാ, ദൈവദാസൻ ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുവാൻ സഹായിക്കണമെന്ന്. ക്രൂശാണ് ഉയർത്തപ്പെടേണ്ടത്, ഒരു മറ്റൊരു വ്യക്തിയുമല്ല. ഞാന് ഒരു സംഭവകഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. യൂറോപ്പിലെ ഒരു പള്ളിയിൽ അവിടെ പ്രസംഗപീഠത്തിന് പുറകിൽ സ്റ്റെയിൻഡ് ഗ്ലാസിൽ നല്ല ഒരു പെയിന്റിംഗ് ഉണ്ട്. എന്താണ്? ക്രൂശിത രൂപം നല്ല കളർഫുൾ ആയിട്ട് ആ രൂപം ചിത്രീകരിച്ചിരുന്നു.
ആ പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതൻ പാസ്റ്റർ, അദ്ദേഹം നല്ല അല്പ ഹൈറ്റും വണ്ണം ഒക്കെയുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോൾ ഈ ക്രൂശിത രൂപം അങ്ങ് മറയും. അങ്ങനെ എനിക്ക് ഒരു സൺഡേയിൽ അവിടെ ഒരു ഗസ്റ്റ് പാസ്റ്റർ വരികയാണ്. ഈ ഗസ്റ്റ് പാസ്റ്റർ സഭയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആ ചർച്ചിൽ ഇരുന്നൊരു കൊച്ചു പെൺകുട്ടി കുറെ നേരം ഈ അതിഥിയുടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നിട്ട് അവൾ അതിഥിയെ കുറിച്ച് തന്റെ മാതാവിനോട് തിരിഞ്ഞു ചോദിക്കുകയാണ്, നമുക്ക് യേശുവിനെ കാണാൻ കഴിയാത്ത വിധം സാധാരണയായി അവിടെ നിൽക്കുന്ന മനുഷ്യൻ ഇവിടെ. നമുക്ക് യേശുവിനെ കാണാൻ കഴിയാത്ത വിധം സാധാരണയായി അവിടെ നിൽക്കുന്ന മനുഷ്യൻ എവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ഥിരം ശുശ്രൂഷകൻ. ആ പടത്തെക്കുറിച്ചാണ് ആ പെൺകുട്ടി, ആ പിഞ്ച് മനസ്സിൽ തോന്നുന്നത് യേശുവാണ് ആ പുറകിൽ കാണുന്നത്. ആ യേശുവിനെ മറയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അവളുടെ ദൃഷ്ടിയിൽ ആ സഭയിൽ ശുശ്രൂഷിച്ച സ്ഥിരമായി ശുശ്രൂഷിക്കുന്ന ദേവദാസൻ. അപ്പോൾ ഈ കൊച്ചു മനുഷ്യൻ വന്നപ്പോൾ അവൻ അത് മറയുന്നില്ല. അതുകൊണ്ട് ആ കുട്ടി ചോദിക്കുക, മറ്റേ പാസ്റ്റർ എന്തിയെന്നല്ല ചോദിച്ചത്, നമുക്ക് യേശുവിനെ കാണാൻ കഴിയാത്ത വിധം സാധാരണ അവിടെ നിൽക്കുന്ന ആ മനുഷ്യൻ എവിടെ? ചിത്രം മറയുന്നതല്ല നമ്മുടെ വിഷയം, ചിത്രം മറയുന്നതല്ല നമ്മുടെ വിഷയം. അത് ആലങ്കാരികമായി പറഞ്ഞുവെന്നേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ വളരെ ദുഷ്കരമായ ഒരു വസ്തുത, പല വചനഘോഷകരും തങ്ങളുടെ ശുശ്രൂഷാ മികവിനെ അമിതമായി പ്രകീർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുകയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്നതിൽ പരാജയപ്പെടുകയാണ്. സ്നാപകനായ യോഹന്നാൻ പറയുന്നുണ്ട്, അവൻ വളരേണം, ഞാൻ കുറയണം. ആ മനോഭാവമുള്ളവരാകണം ശുശ്രൂഷകന്മാർ. ക്രിസ്തു മഹത്വപ്പെടണം, ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുവാനിടയാകണം. നമ്മൾ കുറഞ്ഞാൽ സാരമില്ല. പൗലോസ് ക്രിസ്തുവിൽ പ്രശംസിച്ചിരുന്നു. ഗലാത്യർ 6:14 അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസിന്റെ പ്രശംസ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശായിരുന്നു. ഇവിടേക്ക് മടങ്ങി വരാൻ കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. കൊരിന്ത്യരോട് പറയുകയാണ്, ബലഹീനതയോട് നടുക്കത്തോടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. പൗലോസിന് ഭയം തോന്നി എന്ന് പറയുന്നത് താൻ കൊരിന്തിൽ ശുശ്രൂഷിച്ചപ്പോൾ മാത്രമാണ്. അപ്പോസ്തലപ്രവൃത്തി 18-10 വാക്യം ഒന്ന് വായിക്കാം. 18-10 വാക്യം. 9-10 വാക്യങ്ങൾ വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 18-9-10 വാക്യങ്ങൾ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് അരുളി ചെയ്തു. നോക്കൂ, പൗലോസിന് കൊരിന്തിൽ വെച്ച് എന്തോ ഭയം തോന്നുകയാണ്. താൻ അഥേനയിൽ ദൈവവചനം സംസാരിച്ചതിന് ശേഷമാണ്, തന്റെ 2ാമത്തെ മിഷണറി ജേർണിയുടെ അവസാന ഘട്ടത്തിലാണ് താൻ കൊരിന്തിലെത്തുന്നത്. താൻ ഒന്നാമത് ശരീരത്തിൽ വളരെ ബലഹീനനായിരുന്നു. നമുക്കറിയാം, പൗലോസ് ശരീരത്തിൽ ബലഹീനനായിരുന്നു. താൻ തന്നെ അത് പറയുന്നുണ്ട്, തന്റെ ജഡത്തിൽ ഒരു ശൂലം തനിക്കുണ്ടായിരുന്നു. പൗലോസിനെ കാണുന്നവര് പറയുന്നുണ്ട്, അവന്റെ ലേഖനങ്ങൾ കനവൂറ്റമുള്ളതൊക്കെയാണ്, എന്നാൽ അവന്റെ ശരീരസന്നിധി ബലഹീനം. അവൻ വളരെ ചെറിയൊരു മനുഷ്യൻ, കൊച്ചു ബലഹീനനായ ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ഈ 2ാമത്തെ മിഷണറി യാത്രയുടെ അന്ത്യഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. മനുഷ്യൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ, തങ്ങൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ഭയം ഉണ്ടാകാം. ഫിലിപ്പിയയിൽ വെച്ച് തനിക്ക് വളരെ പ്രയാസങ്ങൾ നേരിട്ടു. അത് കഴിഞ്ഞ് തെസ്സലോനിക്കയിലും അക്കായയിലും ഒക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അഥേനയിൽ വന്ന് താൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ചിലർ വിശ്വസിച്ചു, ചിലർ പറയുന്നു പിന്നീടാകട്ടെ, ചിലർ പൗലോസ് പറഞ്ഞതിനെ പരിഹസിച്ച് തള്ളിക്കളഞ്ഞു. ഇത് കഴിഞ്ഞ് ഇതാ കൊരിന്തിൽ താൻ എത്തിയിരിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ
നടുക്കത്തോട് നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. കുരിന്തിൽ വെച്ച് മാത്രമാണ് പൗലോസിന് ഭയമുണ്ടായതായിട്ട് കാണുന്നത്. എന്നാൽ അവിടെ വെച്ച് കർത്താവ് പറയുന്നത് എന്താണ്? ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. എനിക്കിവിടെ വലിയ പ്രവൃത്തിയുണ്ട്, ഇവിടെ പലരെ നേടുവാനുണ്ട്, അതുകൊണ്ട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിന്റെ വേലക്കാരായിരിക്കുന്നവരോട് നമ്മുടെ കർത്താവ് നൽകുന്ന ഒരു അഷ്വറൻസ് ആണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളത്. കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം. എവിടെയാണ് മഹാനിയോഗം നമ്മൾ കാണുന്നത്? ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത് ഏത് വചനഭാഗമാണ്? അതൊന്ന് വായിച്ച് 28-ന്റെ 19-20 വാക്യങ്ങളൊന്ന് വായിച്ച്. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലെ ഭൂമിയിലെ സകലാധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാൻ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഇതാണ് നമുക്ക് കർത്താവ് തരുന്ന അഷുറൻസ്. കർത്താവിന്റെ വേലയിലായിരിക്കുന്നവർക്ക് മറ്റ് ഒന്നുമല്ല, കർത്താവ് തരുന്ന ആ കർത്താവിന്റെ സാന്നിധ്യം, പ്രസൻസ്, അത് ഏറ്റവും ശക്തി പകരുന്നതാണ്, ധൈര്യം നൽകുന്നതാണ്. കുരിന്തിൽ വെച്ച് പൗലോസിനോട് പറയുകയാണ്, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 4-5 വാക്യങ്ങൾ കുരിന്ത്യരിലേക്ക് മടങ്ങി വരാം. 2-4-5. നിങ്ങളുടെ വിശ്വാസത്തിന്റെ മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. തന്റെ ബലഹീനതയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഉടൻ പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ മഹത്തായ ശക്തി അത് തനിക്ക് ബലമായിരിക്കുന്നു. തന്റെ പ്രഭാഷണങ്ങളിലൂടെ, പഠിപ്പിക്കലുകളിലൂടെ, ലേഖനങ്ങളിലൂടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാട്ടുകയാണ് പൗലോസ് ചെയ്തിരുന്നത്. ഗലാത്യ ലേഖനം 3-1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യർ 3-1-2 വാക്യങ്ങൾ. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കാട്ടിയിരിക്കെ. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ചോദിക്കുക, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് തന്നെയുണ്ട്, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ്, വചനം കേട്ടത് കൊണ്ടാണ്. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങൾക്ക് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ എന്റെ പ്രഭാഷണങ്ങളിലൂടെ, എന്റെ പഠിപ്പിക്കലുകളിലൂടെ ഞാൻ നിങ്ങൾക്ക് വരച്ചു കാട്ടി തന്നിരിക്കുന്ന ചിത്രം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ്. ആ ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി പറയുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ വചനം കേട്ടതിനാലോ? വചനത്തിന് അതിൻ്റെതായ ഒരു ശക്തിയുണ്ട്. ദൈവത്തിന്റെ ദാസിദാസന്മാർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം അതാണ്. വചനത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. സാക്ഷാൽ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ സാധിക്കത്തുള്ളൂ. പത്രോസ് വചനം പ്രസംഗിച്ചപ്പോഴാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിലുള്ളവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടത്. പത്രോസ് വചനം പ്രസംഗിച്ചപ്പോഴാണ് 3000 പേര് മാനസാന്തരത്തിലേക്ക് നടത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. വചനം പ്രസംഗിക്കണം. ആവർത്തന വിരസത തോന്നുമെങ്കിലും, കേട്ടിട്ടുള്ളവർക്ക് ആവർത്തന വിരസതയാകുമെങ്കിലും, ഞാൻ വീണ്ടും ഒരു സംഭവം പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്.
പ്രസംഗികളുടെ പ്രഭു എന്ന് വിളിക്കപ്പെടുന്ന സ്പർജൻ, അദ്ദേഹം ആദ്യമായിട്ട് ഒരു രാജ്യത്ത് വന്നിട്ട് അദ്ദേഹം വൈകിട്ട് പ്രസംഗിക്കേണ്ട ആ ഓഡിറ്റോറിയത്തിൽ കടന്നു വരുന്നു. അവിടെ ഒരു മെഗാഫോൺ ഇങ്ങനെ എടുത്ത് അദ്ദേഹം ഉച്ച സമയത്ത് ആ മെഗാഫോൺ എടുത്ത് ആ ഹോളില് എങ്ങനെയാ ശബ്ദം കേൾക്കുമെന്ന് അറിയാനായിട്ടൊന്ന് ഒരു വാക്യം വിളിച്ചു പറഞ്ഞു. അത് യോഹന്നാന്റെ സുവിശേഷം 1:29. ആ വാക്യം ഇതായിരുന്നു: ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. Behold the Lamb of God who takes away the sin of the world. 2-3 തവണ ആ വാക്യം പറഞ്ഞിട്ട് അദ്ദേഹം ആ മെഗാഫോണും അവിടെ വെച്ചിട്ട് പോയി. വൈകിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ വരുമ്പോൾ അവിടെ ഒരു യൗവനക്കാരൻ പാറിപ്പറിഞ്ഞ ആ മുടികളോടുകൂടി കീറിപ്പണിഞ്ഞ ഒരു ട്രൗസറും ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിക്കുന്നു. പറഞ്ഞു ചോദിച്ചു, നീ ക്രിസ്തുവിന്റെ വചനം കേട്ടിട്ടുണ്ടോ? ഉണ്ട്, നീ പ്രസംഗിച്ച് ഞാൻ കേട്ടു. അദ്ദേഹം ചോദിച്ചു, എപ്പോൾ കേട്ടു? ഇന്ന് ഉച്ചയ്ക്ക് നീ ആ മെഗാഫോണിൽ കൂടെ വിളിച്ചു പറയുമ്പോൾ ഞാൻ ഇവിടെ മുകളിൽ കഴുക്കോലിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റ ഒരു വചനം, ഒരു വാക്യം ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നടത്തി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ദൈവത്തിന്റെ വചനത്തിലൂടെ വരച്ചു കാട്ടുക, അതിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ഇടയാകുന്നത്. അതിലൂടെയാണ് ജനൻ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയാകുന്നത്. കൊരിന്ത് പട്ടണത്തിന്റെ പശ്ചാത്തലം വിവരിച്ച് കേൾപ്പിച്ചത് അതിനാണ്. ഏറ്റവും അധാർമികത നിറഞ്ഞ, ലൈംഗിക അരാജകത്വം നിറഞ്ഞ ഒരു സമൂഹത്തിൽ മാനുഷിക ജ്ഞാനം ഉപയോഗിച്ച ഒരു സമൂഹത്തെ, അങ്ങനെ ഒരു സമൂഹത്തെ, കൊരിന്ത്യ സമൂഹത്തെ നീതിമാർഗത്തിലേക്ക് തിരിക്കുവാൻ സാധിക്കില്ല. അക്കാലഘട്ടത്തിൽ ഒരുവനെ കൊരിന്ത്യൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്മോറൽ പേഴ്സൺ എന്നായിരുന്നു അർത്ഥമാക്കിയിരുന്നത്. അവനൊരു കൊരിന്ത്യനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹി ഈസ് ദ മോസ്റ്റ് ഇമ്മോറൽ പേഴ്സൺ ഇൻ ദ വേൾഡ്. അങ്ങനെ ഒരു സമൂഹത്തെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ, ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ, നീതിമാർഗത്തിലേക്ക് തിരിക്കുവാൻ മാനുഷിക ജ്ഞാനം കൊണ്ട് സാധിക്കില്ല. അത് ദൈവവചനത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കൊരിന്ത്യ സഭയിൽ വിശ്വാസികളായിരുന്നവരിൽ അനേകരും ദുർനടപ്പുകളിൽ മുഴുകി ജീവിച്ചിരുന്നവരായിരുന്നു. ഒരു കാലഘട്ടം അങ്ങനെ ഒരു ചരിത്രം അവർക്കുണ്ട്. 6-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. 6-ന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അന്യായം ചെയ്യുന്നവർ വായിക്കണ്ട, അത് വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞേ ഉള്ളൂ, അതുകൊണ്ട് വായിച്ചു പോകാൻ സമയമില്ല, പിന്നീട് വായിച്ചാൽ മതി. അപ്പോൾ 1 കൊരിന്ത്യർ 6-ന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. അവർക്ക് മാനസാന്തരപ്പെടുവാൻ, ആ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നവർക്ക് മാനസാന്തരപ്പെടുവാൻ ഇടയാക്കിയത് സുവിശേഷത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവുമായിരുന്നു. അത് തിരിച്ചറിയുന്നുണ്ട് പൗലോസ് 2-ാം ലേഖനത്തിന്റെ 4-7 വാക്യത്തിൽ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4-7 പറയുന്നുണ്ട്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അവിടെ പറയുന്ന നിക്ഷേപം, മൺപാത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിക്ഷേപം സുവിശേഷമാണ് കേട്ടോ. അത്യന്ത ശക്തിയുള്ള നിക്ഷേപം എന്ന് പറയുന്നത് സുവിശേഷത്തെ കുറിച്ചാണ്. അത് അത്യന്ത ശക്തിയുള്ള ആ വചനത്താലാണ്, അല്ലാതെ തത്വജ്ഞാനികളുടെ വശീകരണ വാക്കുകൾ കൊണ്ട് ആ ജനത്തെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ സാധിക്കില്ല. അവരുടെ വിശ്വാസത്തിന് രക്ഷയ്ക്കും കാരണം പൗലോസ് ആരാണ്, പൗലോസിന്റെ ജ്ഞാനം എന്തുണ്ട് എന്നുള്ളതല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മഹത്തായ ശക്തിയിലൂടെ മാത്രമേ, അതിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ രക്ഷിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. ക്രൂശിന്റെ മഹത്തായ ശക്തിയെ പറ്റി ചില പോയിന്റുകൾ നമുക്ക് ശ്രദ്ധിക്കാം. 1, മരണത്തെയും സാത്താനെയും തകർക്കുവാനുള്ള ശക്തി ക്രൂശിന്റെ വചനത്തിലുണ്ട്. ക്രൂശിന്റെ വചനത്തിന്റെ ശക്തി, ദ പവർ ടു ഡിസ്ട്രോയ് ഡെത്ത് ആൻഡ് സേറ്റൻ. ഒരു വചനഭാഗം വായിക്കാം. എബ്രായർ 2-ന്റെ 14-15 വാക്യങ്ങൾ. എബ്രായർ 2-ന്റെ 14-15. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി
മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ക്രിസ്തു തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെയാണ് പാപത്തിന്റെ, മരണത്തിന്റെ, പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന ഒരു വചനഭാഗം കൂടെ വായിക്കാം. കൊലോസ്യർ 2:14-15. കൊലോസ്യർ 2:14-15. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിക്കൊണ്ട് യേശു ക്രിസ്തു തന്റെ മഹാശക്തി വെളിപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ മരണത്തെയും സാത്താനെയും തകർക്കുവാനുള്ള ശക്തി ക്രിസ്തുവിന്റെ ക്രൂശിനുണ്ട്. 2, പ്രത്യാശ നൽകുവാനുള്ള ശക്തി. ദ പവർ ടു ഗിവ് ഹോപ്പ്. പ്രത്യാശ നൽകുവാനുള്ള ശക്തി. കൊലോസ്യർ 1:3 പറയുന്നു, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. സുവിശേഷത്തിന്റെ സത്യവചനത്താൽ സ്വർഗത്തിലുള്ള പ്രത്യാശയെ കുറിച്ച് നമുക്ക് ബോധ്യം നൽകി തരികയാണ്. പ്രത്യാശ നൽകുവാനുള്ള ശക്തിയുണ്ട്. ലേഖനത്തിൽ പറയുന്നു, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അപ്പൊ പ്രത്യാശ നൽകുവാനുള്ള ശക്തി ക്രിസ്തുവിന്റെ ക്രൂശിനുണ്ട്. 3, സകല മനുഷ്യരെയും ആകർഷിക്കുവാനുള്ള ശക്തി ക്രൂശിന്റെ വചനത്തിനുണ്ട്. സകല മനുഷ്യരെയും ആകർഷിക്കുവാനുള്ള ശക്തി. സകല മനുഷ്യരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരെ, ദൈവത്തിന്റെ മുൻനിർണയത്തിലുള്ളവരെ, രക്ഷിക്കപ്പെടുന്നവരെ. യോഹന്നാന്റെ സുവിശേഷം 12:32. യോഹന്നാൻ 12:32, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞു. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞു. അവിടെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? റിസറക്ഷൻ തന്നെ പറയുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മൾ കോണ്ടെക്സ്റ്റ് വൈസ് ആയിട്ട് വചനഭാഗങ്ങളെ മനസ്സിലാക്കണം. അത് അബദ്ധം ആർക്കും പറ്റാം. 12-ാം അധ്യായത്തിലേക്ക് വന്ന് 12-ാം അധ്യായത്തിന്റെ 32 അല്ലേ ഇപ്പം വായിച്ചത്. 33-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച്. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിക്കുകയായിരുന്നു. ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് ക്രൂശിൽ ഉയർത്തപ്പെടുന്നതിനെ പറ്റിയാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് പറയുന്നുടനെ 3:14 പറയുന്നുണ്ട്. യോഹന്നാൻ 3:14, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വൈസ് ആയിട്ട് ഓരോ വചനഭാഗങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് അവിടെ പറയുന്നത് തന്നെ ക്രൂശിൽ തറച്ച് ഉയർത്തുന്നതിനെ പറ്റിയാണ്. സംശയമില്ലല്ലോ ആർക്കും? സംശയം എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ തന്നെ അവിടെ താഴോട്ട് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. താൻ മരിക്കുവാനുള്ള വിധം പറയുകയാണ്. അപ്പോൾ താൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു അനേകരെ തങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം രക്ഷയ്ക്കായുള്ള ശക്തി ക്രൂശിലാണ്. റോമാലേഖനം 3:25-26 വാക്യങ്ങൾ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എവിടെയാണ്? ക്രൂശിൽ. വിശ്വാസ കണ്ണുകളിലൂടെ ആ ക്രൂശിലേക്ക് നോക്കിയാണ് രക്ഷ പ്രാപിക്കുന്നത്.
മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ അത് നിഴലായിരുന്നു. അതിലേക്ക് നോക്കിയവർ മരിച്ചില്ല, അവർ രക്ഷപ്രാപിച്ചു. അതുപോലെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിലേക്ക് വിശ്വാസ കണ്ണുകളിലൂടെ നോക്കുന്നവർക്ക് രക്ഷപ്രാപിക്കുവാനിടയെ തീരും. കർത്താവ് പറയുകയാണ്, ഞാൻ ഉയർത്തപ്പെട്ടാൽ, അല്ലെങ്കിൽ ഞാൻ ക്രൂശിൽ തറച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പോൾ രക്ഷിക്കാനുള്ള ശക്തി ക്രിസ്തുവിന്റെ ക്രൂശിലാണ്. മരണത്തെയും സാത്താനെയും തകർക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്നു, എല്ലാവരെയും തങ്ങളിലേക്ക് ആകർഷിക്കുന്നു. നിങ്ങൾ ഈ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് കൊള്ളുക. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മഹത്തായ ശക്തി. റോമറിന്റെ ഏത് വാക്യമാണ് സാറേ പറഞ്ഞത്? റോമറിന്റെ ഏത് വാക്യമാണ് പറഞ്ഞത്? റോമർ 3:25 മുതലുള്ള വാക്യങ്ങൾ വിശ്വസിക്കുന്നവർ, അത് ഇന്ന് സിസ്റ്റർ കാണാതെ, ഏത് സിസ്റ്റർ ചോദിച്ചത് ആള് കാണാതെ പഠിച്ചുകൊള്ളണം. ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്യമാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേൽ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ അങ്ങനെ ചെയ്തിരിക്കുകയാണ്. അത് ആ ഭാഗം ഒന്ന് കാണാതെ പഠിച്ചോളാം. ഓക്കെ, 3:25 മുതലുള്ള ഭാഗങ്ങൾ. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ജ്ഞാനം. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷ സന്ദേശത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം എന്നുള്ളതാണ് 2-ാം അധ്യായത്തിൽ പ്രധാന വിഷയം. അപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ജ്ഞാനം, ദ വിസ്ഡം ഓഫ് ഗോഡ് റിവീൽഡ് ത്രൂ ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, 2:6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ അതാണ് കാണുന്നത്. ദൈവത്തിന്റെ ജ്ഞാനമായിരുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ സാധ്യമാക്കി തരുന്ന രക്ഷ. 6-ാം വാക്യത്തിൽ താൻ പറയുന്നുണ്ട്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. അവിടെ തികഞ്ഞവരെന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം പക്വത വന്നവർ എന്നാണ്. ടെലിയോയ്സ് എന്നുള്ള വാക്ക്, ടെലിയോയ്സ് എന്നുള്ള വാക്കിന് പക്വത വന്നവർ എന്നാണ്. ഫുള്ളി ഡെവലപ്ഡ് ഓർ മെച്യൂർഡ് എന്നാണ് അർത്ഥം. അപ്പം പക്വത വന്നവർക്ക്, അവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനത്തോടെ സംസാരിക്കും. നമുക്കറിയാം, അഥേനയിൽ പൗലോസ് പ്രസംഗിച്ചപ്പോൾ അവിടെ തത്വജ്ഞാനികളുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ താൻ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം ജ്ഞാനമായി തന്നെ സംസാരിക്കുന്നു. അവരുടെ കവിവരന്മാരെ ഉദ്ധരിച്ചുകൊണ്ട്, അവരുടെ പല പ്രോവർബ്സും ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ് അരയോപഗസിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. തികഞ്ഞവരുടെ ഇടയിൽ ജ്ഞാനം സംസാരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. അപ്പോസ്തലന്മാർക്ക് ദൈവം ഈ ജ്ഞാനം ദൈവം നൽകി. ദൈവത്തിന്റെ ജ്ഞാനം ഒരു മർമ്മമായിരുന്നു. മർമ്മം എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് മുസ്റ്റൂരിയോൺ എന്നുള്ള വാക്കാണ്. മുസ്റ്റേരിയോൺ എന്നുള്ള വാക്കാണ് മർമ്മം എന്ന് പറയാൻ അവിടെ ഉപയോഗിക്കുന്നത്. മുസ്റ്റേരിയോൺ എന്നുള്ള വാക്കിൽ നിന്നാണ് മിസ്റ്ററി എന്ന വാക്ക് ഇംഗ്ലീഷിൽ വന്നത്. ചിലടത്ത് നിങ്ങൾ നോക്കിയാല് മിസ്റ്റേരിയോ എന്ന് പറയും. ഉപ്സിലോൺ എന്നുള്ള ആ അക്ഷരത്തെ ലാറ്റിൻ ഭാഷയുടെ സ്വാധീനത്താൽ പിന്നീട് ഉപ്സിലോൺ എന്നുള്ള വാക്കിന് ഇ എന്നുള്ള പ്രൊണൗൺസിയേഷൻ ചിലർ ഉദ്ധരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ചിലർ മിസ്റ്റേരിയോ എന്ന് പറയും. പക്ഷെ കറക്റ്റ് ശരിയായ ഏൻഷ്യന്റ് ഗ്രീക്ക് പ്രൊണൗൺസിയേഷൻ മോസ്റ്റേരിയോൺ എന്നാണ്. ഈ ഗ്രീക്ക് ഭാഷയിൽ നിന്നും പല വാക്കുകളും ലാറ്റിനിലോട്ട് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഇത് മാറ്റം സംഭവം. ഒരു ഉദാഹരണം പറഞ്ഞാൽ സുനോദോസ് എന്ന് പറയുന്ന വാക്ക്, ഇത് ഇവിടെ ഉപ്സിലോൺ ആണ്, സുനോദോസ് എന്നാണ്. പക്ഷെ അത് ലാറ്റിനിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് സിനഡ് എന്നായി, വൈ പോലെ പ്രൊണൗൺസിയേഷനായി. അതുപോലെ സുസ്റ്റമ,
അതിൽ നിന്നാണ് സിസ്റ്റം എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. ഇതൊക്കെ ലാറ്റിനിലേക്ക് പോയപ്പോൾ പറ്റിയതാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും, ഞാനിവിടെ മൂസ്റ്റേരിയോൺ എന്നൊക്കെ പറഞ്ഞു, പിന്നീട് നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും പറയും മിസ്റ്റേരിയോൺ എന്നാ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റീസൺ ഇതാണ്. ലാറ്റിൻ ഭാഷയുടെ ഇതിലാണ് ഉപ്സിലോൺ എന്നുള്ള ആ അക്ഷരത്തെ പിന്നീട് വൈലൈക്ക് പ്രൊണൗൺസിയേഷൻ ആയത്. ശരിയായിട്ടുള്ള അതിന്റെ പ്രൊണൗൺസിയേഷൻ ബുക്ക് എന്നൊക്കെ പറയുന്നിടത്ത് ഉപയോഗിക്കുന്നതല്ല, ഡബിളോ ആ പ്രൊണൗൺസിയേഷൻ വരത്തില്ല. ബുക്ക്, ടുക്ക് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നത് ഡബിളോ ഇംഗ്ലീഷിൽ വരുമ്പോൾ ആ പ്രൊണൗൺസിയേഷനാണ് ഗ്രീക്ക് ഭാഷയിലോ ഉപ്സിലോൺ എന്നുള്ള അക്ഷരത്തിന് വരേണ്ടത്. എന്നാൽ ലാറ്റിൻ ഭാഷയിലേക്ക് ചില വാക്കുകൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് വൈലൈക്ക് പ്രൊണൗൺസിയേഷനായി. അങ്ങനെയാണ് മിസ്റ്റേരിയോൺ എന്നൊക്കെ ചിലർ പറയുന്നത്. ഓക്കെ, എനിവേ, മൂസ്റ്റേരിയോൺ എന്നുള്ള വാക്ക് അതാണ് മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. മർമ്മം എന്നുള്ള ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു സേക്രഡ് സീക്രട്ട് എന്നാണ്. സേക്രഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മുൻകാലങ്ങളിൽ മറച്ചു വെച്ചിരുന്നതും എന്നാൽ ഇപ്പോൾ ദൈവം വെളിപ്പെടുത്തിയതുമായ ഒരു ദൈവിക പദ്ധതിയാണ് മർമ്മം. ദൈവം തന്റെ സമയത്താണ് ഓരോ മർമ്മങ്ങളും വെളിപ്പെടുത്തുന്നത്. പ്രവാചകന്മാർക്ക് പോലും ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഭാഗികമായി മാത്രമേ അവർക്ക് അതിനെപ്പറ്റി അറിയുവാൻ സാധിച്ചിരുന്നുള്ളൂ. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യോഹന്നാൻ, സ്നാപകനായ യോഹന്നാൻ. സ്നാപകനായ യോഹന്നാന് ദൈവം വലിയ ദർശനങ്ങളൊക്കെ കാണിച്ചാണ് ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവന്ന പോലെ ഇറങ്ങി വരും, അവനാണ് മശിഹ എന്നൊക്കെ കിട്ടിയതാ. പക്ഷേ ആ യോഹന്നാൻ പോലും താൻ കൊല ചെയ്യപ്പെടാൻ പോകുന്ന അതിന് സമീപമാകുമ്പോൾ ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുക, വരുവാനുള്ളവൻ നീയോ? കാരണം പൂർണ്ണമായ അറിവില്ലായിരുന്നു. ദാനിയേൽ പ്രവാചകന് ചില വെളിപ്പാടുകൾ കിട്ടി. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ദാനിയേൽ അതേപ്പറ്റി ചോദിക്കും, പറയുകയാണ്, നീ പൊയ്ക്കൊള്ളുക, ഇതെല്ലാം അടച്ചും മുദ്രയിട്ടിരിക്കുക എന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അത് വെളിപ്പെടുത്തുവാൻ സാധിക്കത്തില്ല. ദൈവം തന്റെ പദ്ധതികൾ തക്ക സമയത്ത് മാത്രം റിവീൽ ചെയ്യുന്നത് കൊണ്ട്, നിങ്ങളിപ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകവും വെളിപ്പാട് പുസ്തകവും നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അവിടെ അപ്പൊ 70 ആഴ്ചവട്ടത്തെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ 69 ആഴ്ച കഴിഞ്ഞ് 70-ാം ആഴ്ചക്ക് പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് പീരീഡ്, ഞാൻ കഴിഞ്ഞ സെമസ്റ്ററിൽ അത് പഠിപ്പിച്ചതാണ്. ആ ഗ്യാപ്പ് പീരീഡിനെ പറ്റി വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ അത് വെളിപ്പെട്ടിരുന്നില്ല. ജാതികളുടെ രക്ഷയെന്ന യാഥാർത്ഥ്യം പ്രവാചകന്മാർക്ക് പോലും മറഞ്ഞിരുന്ന യാഥാർത്ഥ്യമാണ്. ദൂതന്മാർക്ക്, വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക്, അത് നല്ല ദൂതന്മാർക്കും പൈശാചിക ഗണങ്ങൾക്കും എല്ലാം മറഞ്ഞിരുന്ന ഒരു രഹസ്യമായിരുന്നു. പ്രവാചകന്മാർക്ക് മറഞ്ഞിരുന്ന രഹസ്യമായിരുന്നു. അതാണ് മർമ്മം എന്ന് പറയുന്നത്. മർമ്മം എന്ന് പറയുന്നത് ദൈവം തന്റെ തക്ക സമയത്ത് വെളിപ്പെടുത്തുന്ന തന്റെ പദ്ധതികളാണ്. പൗലോസ് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, കൃപയാൽ ഒരു മർമ്മം തനിക്ക് അറിയായി വന്നിരിക്കുന്നു. കൃപയാൽ ഒരു മർമ്മം പൗലോസിന് വെളിപ്പെട്ട് കിട്ടി, തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതിനെ പറ്റി എഫേസ്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് പരാമർശിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മർമ്മം അത് സംബന്ധിച്ച് ഞാൻ കൊരിന്ത്യർ ലേഖനം ആ പുസ്തകത്തിൽ ചില മർമ്മം എന്നുള്ള ചില കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാന്നാണ്. ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ പറയുകയാണ് 8-ാം വാക്യത്തിൽ, അതിൽ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക്, ലേഖനത്തിലേക്ക് വന്ന ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് ഈ മർമ്മം മറഞ്ഞിരുന്നതാണ്. എന്താണ്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. അതെ, 2-ന്റെ 7-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയ എന്താണ്? ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ
തേജസ്സിനായി മുൻനിയമിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ ദൈവം മുന്നമേ ഒരുക്കിയിരുന്ന ഒരു പദ്ധതിയായിരുന്നത്. എന്നാൽ അത് മറഞ്ഞിരിക്കുകയായിരുന്നു ലോക സൃഷ്ടിക്ക് മുൻപേ. അവിടെയാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് നമ്മൾക്ക് പരിമിതമായ അറിവുള്ളവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല പദ്ധതികളും നമ്മൾ തയ്യാറാക്കി വരും, അത് വർക്ക് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ബി പ്ലാൻ, എ പ്ലാന്, ബി പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് പറയും. ദൈവത്തിനൊരു ബി പ്ലാൻ ഇല്ല, ഒരൊറ്റ പ്ലാനേ ഉള്ളൂ. ആദ്യം മനസ്സിലാക്കണം. മനുഷ്യനെ എ പ്ലാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത പ്ലാനിലേക്ക്, ബി പ്ലാനിലേക്ക് പോകുന്നു. ദൈവത്തിന് ഒരൊറ്റ പ്ലാനേ ഉള്ളൂ. കാരണം താൻ നിർണയിക്കുന്നത് നടപ്പിലാക്കാൻ പ്രാപ്തനാണ് ദൈവം. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ മുൻനിയമിച്ചിരുന്ന ഒരു പദ്ധതിയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് രക്ഷിക്കുക എന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമ്മളെ വീണ്ടെടുത്ത് രക്ഷിക്കുക എന്നുള്ള ആ പദ്ധതി, ആ ദൈവത്തിന്റെ ജ്ഞാനം, അതൊരു മർമ്മമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് എ സീക്രട്ട് സീക്രട്ട് റിവീൽഡ് അറ്റ് ദ റൈറ്റ് ടൈം. ദൈവത്തിന്റെ സമയത്ത് അത് ദൈവം റിവീൽ ചെയ്യുന്നു. എന്നാൽ അത് റിവീൽ ചെയ്തിട്ടില്ലാതിരുന്നത് കൊണ്ട്, അത് താൻ വെളിപ്പെടുത്തിയിട്ടില്ലാതിരുന്നത് കൊണ്ട് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അത് അറിഞ്ഞിരുന്നില്ല. ദൈവം അത് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആരാണ് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ? ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ എന്ന് പറയുമ്പോൾ പ്രഥമ ദൃഷ്ടിയ നമുക്ക് യഹൂദ കർത്താവിനെ ക്രൂശിച്ചതാരൊക്കെയാണ്? അന്നത്തെ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, ജനത്തിന്റെ മൂപ്പന്മാർ, പീലാത്തോസ്, ഹെരോദാവ്, ഇവരെല്ലാം കൂടി പട്ടാളക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവരിങ്ങനെ ക്രൂശിൽ തറച്ചു കൊന്നു. അപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന് വിരോധമായിട്ട് ആ തന്ത്രങ്ങൾ മെനഞ്ഞവരായ യഹൂദ മതപ്രമാണികൾ അതിൽ വരുന്നു. എന്നാൽ കുറെ കൂടെ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് എന്ന് കർത്താവ് തന്നെ വിളിക്കുന്ന ഒരുവനുണ്ട്. ആരാ? ഈ ലോകത്തിന്റെ പ്രഭു. അപ്പൊ വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിന്റെ ലോകാധിപതികളും അവർക്കറിയില്ലായിരുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ലഭ്യമാകുവാൻ പോകുന്ന ആ രക്ഷ, മനുഷ്യവർഗത്തിന്റെ രക്ഷ. അതവർക്ക് മറഞ്ഞിരുന്നത് കൊണ്ടാണ് അവർ തങ്ങളുടെ പക്കലുള്ള ഈ പ്രമാണിമാരെ ഇളക്കിയിട്ട് ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചത്. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ പ്രഥമദൃഷ്ടിയ മനുഷ്യരാണെങ്കിൽ ക്രിസ്തുവിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയ പുരോഹിതന്മാര്, മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര്, ജനത്തിന്റെ പ്രഭുക്കന്മാരൊക്കെ ആയിരുന്നുവെങ്കിൽ അവരുടെ പുറകിൽ പ്രവർത്തിച്ച വാഴ്ചകൾ അധികാരങ്ങളാകുന്ന ഈ ലോകത്തിന്റെ പ്രഭുക്കൾ അവർക്കറിയില്ലായിരുന്നു ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ ഒരുക്കിയിരുന്ന, മുൻനിയമിച്ച, നമ്മുടെ രക്ഷയ്ക്ക് ഒരുക്കിയിരുന്ന ആ ക്രൂശിയിലൂടെയുള്ള രക്ഷ എന്നുള്ള പദ്ധതി. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. എന്നിട്ട് അടുത്ത വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ യെശയ്യാ 64:4 അവിടെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. അതെന്താണ്? ഇത്രയും വാക്യങ്ങൾ വായിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പറ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് എന്താണ്? രക്ഷ. യെസ്. അല്ലാതെ അമേരിക്കയുടെ വിസയല്ല, മക്കളുടെ ജോലിയല്ല, ഈ ലോകത്തിലെ എന്തെങ്കിലും സമ്പത്തല്ല. ഇത്ര വലിയ രക്ഷ. അതെ, രക്ഷ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് 27 നില കെട്ടിടമല്ല. പശ്ചാത്തലബന്ധിയായി ദൈവം പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ തന്നെ പറയുന്ന അടുത്ത വാക്യത്തെ പറയുക, നമുക്കോ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അതൊക്കെ അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിയാതിരുന്നത്, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് രക്ഷിക്കപ്പെടാത്തവർക്ക് മറഞ്ഞിരിക്കുന്നതായ ആ മർമ്മം, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് മറഞ്ഞിരുന്നതായ മർമ്മം ദൈവം തന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ മർമ്മം യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന രക്ഷയാണ്. ക്രൂശ് മരണത്തിലൂടെ ലഭ്യമായിരിക്കുന്ന രക്ഷയാണത്. 10-ാം വാക്യത്തിൽ തുറന്നു പറയുകയാണ്, ആത്മാവ് സകലത്തെയും
ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. മനുഷ്യരിലുള്ളത് മനുഷ്യാത്മാവ്, ആ മനുഷ്യരിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. മനുഷ്യന്റെ ആത്മാവിനെ പറ്റി സാക്ഷ്യവാക്യങ്ങൾ 20:27 പറയുന്നത് യഹോവയുടെ ദീപമെന്നാണ് പറയുന്നത്. അത് ഉദരത്തിന്റെ അറകളെയൊക്കെ ശോധന ചെയ്യുന്ന, ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കാം. പ്രോവർബ്സ് സാക്ഷ്യവാക്യങ്ങൾ 20:27. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരം എന്ന് അവിടെ മീൻ ചെയ്തിരിക്കുന്ന ഹൃദയത്തിന്റെ അല്ലെങ്കിൽ വിചാരങ്ങളെ എല്ലാം ശോധന ചെയ്യുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവകൃപ എന്നിവ പരിശുദ്ധാത്മാവിന് മാത്രം അറിയാവുന്നതാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. മനുഷ്യൻ ജ്ഞാനത്താൽ ദൈവത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കില്ല. എന്നാൽ വീണ്ടും ജനിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു. തുടർന്നുള്ള വാക്യങ്ങൾ 12-13 വാക്യങ്ങൾ. നാമോ ലോകത്തിന്റെ ആത്മാവിനല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്ര പ്രാപിച്ചത്? അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മികന്മാർക്ക് ആത്മികമായത് തെളിയിക്കുന്നു. അവിടെ ലോകത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ അത് മനുഷ്യജ്ഞാനമാണെന്ന് 13-ാം വാക്യത്തിൽ അതിന്റെ പാരലൽ വേഴ്സ് അത് വെളിപ്പെടുത്തുന്നുണ്ട്. ലോകത്തിന്റെ ജ്ഞാനം ദൈവം അപ്പോസ്തലന്മാർക്കും വിശുദ്ധന്മാർക്കും ദൈവാത്മാവിനാൽ സകലവും വെളിപ്പെടുത്തുകയാണ്. ആത്മാവിനെ കൂടാതെ ആത്മീയമായത് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കില്ല. 14-15 വാക്യങ്ങളിലേക്ക് വരിക. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. പ്രാകൃത മനുഷ്യൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ മാൻ. ഗ്രീക്ക് ഭാഷയിൽ സുക്കിക്കോസ് ദേ ആന്ത്രോപോസ് എന്നൊക്കെയാ പറയുന്നത്. നാച്ചുറൽ മാൻ. സുക്കിക്കോസ് എന്നുള്ള വാക്കിന് പ്രാണൻ എന്ന്, സോൾ, സൈക്കോളജി എന്നൊക്കെയുള്ള വാക്ക് വന്നിരിക്കുന്നത് അതിൽ നിന്നാണ്. സുക്കിക്കോസ്, സോൾ, പ്രാണൻ അല്ലെങ്കിൽ മനസ്സ്, മൈൻഡ് എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ തന്നെ നാച്ചുറൽ, പ്രാകൃതമായ എന്നർത്ഥമുണ്ട്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന പ്രയോഗത്തിന്, സുക്കിക്കോസ് ദി ആന്ത്രോപോസ് എന്നുള്ള ആ പ്രയോഗത്തിന് പ്രാകൃത മനുഷ്യനെന്നോ സുക്കിക്കോസ് മനസ്സെന്നല്ലേ, അപ്പം മനോവികാരം പോലെ ജീവിക്കുന്ന മൃഗപ്രായനായ മനുഷ്യനെന്നോ തന്റെ ഇഷ്ടം പോലെ ജീവിക്കുന്ന, മനോവികാരം പോലെ ജീവിക്കുന്ന മൃഗപ്രായനായ മനുഷ്യനെന്നോ അർത്ഥമാക്കാം. അങ്ങനെയുള്ളവർക്ക്, മൃഗപ്രായനായ മനുഷ്യർക്ക്, പ്രാകൃത മനുഷ്യർക്ക് ദൈവാത്മാവിന്റെ ഉപദേശം അവർക്ക് കൈക്കൊള്ളുവാൻ സാധിക്കത്തില്ല. കാരണം അത് ആത്മീകമായി വിവേചിക്കേണ്ടതാണ്. 92-ാം സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങളിൽ പറയുന്നു. 92-ാം സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങൾ. യഹോവേ, നിന്റെ പ്രവർത്തികൾ അത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല, മൂടൻ അത് ഗ്രഹിക്കുന്നതുമില്ല. അപ്പം അവിടെ മൃഗപ്രായൻ എന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന അതേ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാകൃത മനുഷ്യൻ. പ്രാകൃത മനുഷ്യന് ശ്രദ്ധിച്ചേ, ഇവിടെ 14-ാം വാക്യത്തിൽ പറയുന്നതിനോട് പാരലായിട്ട് നിങ്ങൾ നോക്കിക്കോ. 92-ാം സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങൾ. പ്രാകൃത മനുഷ്യൻ, അവന് ദൈവാത്മാവിന്റെ ആത്മീക വിഷയങ്ങൾ ഗ്രഹിക്കുവാൻ അവന് സാധിക്കില്ല. ആത്മീയ വിഷയങ്ങൾ ഗ്രഹിക്കുവാൻ അവന് സാധിക്കില്ല. അവസാന വാക്യത്തിൽ പറയുന്ന കർത്താവിന്റെ മനസ്സറിഞ്ഞവനെ ഗ്രഹിപ്പിക്കാകുന്നവനാർ, ആർക്ക് സാധിക്കത്തില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ അവനെ ഗ്രഹിപ്പിക്കുവാൻ മനുഷ്യർക്കാർക്ക് സാധിക്കില്ല. എന്നാൽ നമ്മെ പറ്റി പറയുകയാണ്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുക. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നമ്മിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ
ഇവിടെ ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ വെളിപ്പെടുത്ത ദൈവത്തിന്റെ ജ്ഞാനം എന്നുള്ള ആ വിഷയമാണ് 2:6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. അത് നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് അത് ദൈവം ഗ്രഹിപ്പിച്ചു തന്നിരിക്കുക. പ്രാകൃത മനുഷ്യന്, നാച്ചുറൽ മാന്, മൃഗപ്രായനായ മനുഷ്യന് അത് ഗ്രഹിക്കുവാൻ സാധിക്കില്ല. അത് ആത്മീകമായി വിവേചിക്കേണ്ട കാര്യമാണ്. അത് അവന് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ മുന്നൊരുക്കിയിരുന്നതും നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതുമായി മറഞ്ഞിരുന്ന മർമ്മം, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ മർമ്മം വെളിപ്പെട്ട് കിട്ടിയവരാണ് ദൈവജനം. ആ മർമ്മം വെളിപ്പെടുത്തി കിട്ടിയ അപ്പോസ്തലന്മാർ അത് നമുക്ക് എഴുതി അറിയിച്ചിരിക്കുന്നു. ആ വായിച്ചത് ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചിരിക്കുന്നു. അങ്ങനെ രക്ഷയ്ക്ക് കൂട്ടവകാശികളായി തീരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. 3-ാം അധ്യായത്തിലേക്ക് ഞാൻ പോവുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് പോവുകയാണെന്ന് പ്രാരംഭമായ ചില ഭാഗങ്ങളുടെ തീർത്ത ഒരു 10 മിനിറ്റ് ഞാൻ അധികമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ നമുക്ക് 16, 13, 29 ചാപ്റ്ററുകളുണ്ട്, അത് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നൊരു 10 മിനിറ്റ് കൂടെ എക്സ്ട്രാ എടുക്കും. നിങ്ങൾ വചനം പഠിക്കുവാൻ താല്പര്യമുള്ളവർ സഹകരിക്കുക. 3-ാം അധ്യായത്തിലേക്ക് വരുന്നു. സഭയിലെ ഭിന്നപക്ഷങ്ങൾ അതന്നെയാണല്ലോ. അവിടെ 1-ാം അധ്യായത്തിലെ വിഷയം നമ്മൾ പറഞ്ഞു. 1-ാം അധ്യായത്തിലെ വിഷയം എന്തായിരുന്നു? ക്രിസ്തീയ സന്ദേശ 1-ാം അധ്യായത്തിൽ അവരുടെ ദൈവജനത്തിന്റെ വിളിയിൽ ദൈവിക ജ്ഞാനം എന്നുള്ളതായിരുന്നു വിഷയമെങ്കിൽ 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ ക്രിസ്തീയ സന്ദേശത്തിൽ ദൈവിക ജ്ഞാനം എന്നുള്ളതായിരുന്നു. 3-ാം അധ്യായത്തിൽ ദൈവസഭയിൽ ദൈവിക ജ്ഞാനം അല്ലെങ്കിൽ സഭ സംബന്ധിച്ചുള്ള ദൈവിക ജ്ഞാനം, അത് 3 പ്രതീകങ്ങളിലൂടെ ഇവിടെ പൗലോസ് വരച്ചു കാട്ടുകയാണ്. 3:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അത് 3-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സഭ ദൈവത്തിന്റെ കുടുംബം, സഭയെ സംബന്ധിച്ചുള്ള ദൈവിക ജ്ഞാനം, ഡിവൈൻ വിസ്ഡം റിഗാർഡിംഗ് ദ ചർച്ച്, അതാണ് 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1-ാം അധ്യായത്തിൽ എന്തായിരുന്നു? വിളിയിൽ, ദൈവജനത്തിന്റെ വിളിയിൽ ദൈവിക ജ്ഞാനം. 2-ാം അധ്യായത്തിൽ സുവിശേഷ സന്ദേശത്തിൽ ദൈവിക ജ്ഞാനം. 3-ാം അധ്യായത്തിൽ സഭയെ സംബന്ധിച്ച്, ദൈവസഭയെ സംബന്ധിച്ചുള്ള ദൈവിക ജ്ഞാനം. 3:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ വായിച്ചാട്ട്. എന്നാൽ സഹോദരനോട് എനിക്ക് ആത്മീയ എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാൽ അത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അവിടെ മതി. സഭയ്ക്കുള്ളിൽ തന്നെ ഉള്ളവരോടാണ് പൗലോസ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ എന്നാൽ സഹോദരന്മാരെ എന്ന് വിളിക്കുന്നത്. സഹോദരന്മാരെ എന്ന് വിളിക്കുന്നത് സഭയ്ക്കുള്ളിൽ തന്നെ ഉള്ള ആൾക്കാരായതുകൊണ്ടാണ്. അവരോട് പറയുകയാണ്, നിങ്ങളോട് എനിക്ക് ആത്മികന്മാരോടെന്ന പോലെ അല്ല, ജഡികന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ആത്മികന്മാരും ജഡികന്മാരും എന്നുള്ള 2 കൂട്ടം ആൾക്കാർ, 2 വിഭാഗം. നമ്മൾ സാധാരണഗതിയിൽ ജഡികന്മാരെന്ന് പറയുന്നത് പുറത്തുള്ളവരെ, നമ്മുടെ ചിന്തയിൽ മദ്യപാനികളും ദുർനടപ്പുകാരും ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മളെ ജഡികന്മാരെന്ന് വിളിക്കുകയാണ് പതിവ്. അവരെ പ്രാകൃതന്മാരെന്ന് മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, ആത്മാവില്ലാത്തവരെ പ്രാകൃതന്മാരെന്ന് പറയുന്ന ഗുണത്തിലാണ് അവരെ പെടുത്തേണ്ടത്. പ്രാകൃതന്മാരാണ്, അവർ നശിച്ചു പോകുന്നവരാണ്. ഈ ലോകത്തിൽ നശിച്ചു പോകുന്നവരെന്നും രക്ഷിക്കപ്പെടുന്നവരെന്നും 2 വിഭാഗം ആൾക്കാരെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രാകൃതന്മാരെന്ന് പറയുന്നവര്, നശിച്ചു പോകുന്നവർ, അവരല്ല ഇവിടെ പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. ദൈവസഭയ്ക്കുള്ളിലുള്ളവരെയാണ് സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് 3:1 മുതൽ 4 വരെയുള്ള വചനഭാഗത്തിൽ
പൗലോസ് ഇവിടെ ദൈവസഭയെ ഒരു കുടുംബമായി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ ആത്മീക വളർച്ചയും പക്വതയും സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുകയാണ്. ദയവായിട്ട് സൗരങ്ങൾ ആ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്യണേ, മറ്റുള്ളവർ ബുദ്ധിമുട്ടുണ്ടാക്കാതെ. ഓഫ് ചെയ്തോ? ഇല്ല. ഓക്കെ. ദൈവമക്കളുടെ ആത്മീക വളർച്ചയും പക്വതയും സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുകയാണ്. അപ്പം വളർച്ച പ്രാപിക്കാത്തവരെ ഇവിടെ വിളിക്കുന്ന ഒരു പേരാണ് ജഡികന്മാർ, അല്ലേ? 3:1-2 വാക്യങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ശിശുക്കളായിരിക്കുന്നു. നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവർ എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ ഇപ്പോഴും നിങ്ങൾക്ക് കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. ശ്രദ്ധിക്കണേ, ആരാണ് ജഡികന്മാര്? അവർ സഭയ്ക്ക് പുറത്തുള്ളവരല്ല. ജഡികന്മാരെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നത് പൊതുവിശ്വാസികളെ കുറിച്ചല്ല, ആത്മീക വളർച്ച പ്രാപിക്കാതെ ഭക്ഷണം കഴിക്കാൻ പ്രാപ്തിയില്ലാത്ത ശിശുക്കളെ പോലെ, പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെ ആയിരിക്കുന്നവർ. എബ്രായ ലേഖനത്തിലും അങ്ങനെയുള്ളവരെ പറ്റി പറയുന്നുണ്ട് പൗലോസ്. എബ്രായ ലേഖന കർത്താവ് എബ്രായ ലേഖനത്തിലും പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ 5:11 മുതലുള്ള വാക്യങ്ങൾ വായിച്ച. എബ്രായർ 5:11 മുതലുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്, എങ്കിലും മറ്റുള്ളവരായി തീർന്നതും കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച് ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. നോക്കുക, അവിടെ എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആയിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. അപ്പം കട്ടിയായുള്ള ആഹാരം എന്ന് പറഞ്ഞിരിക്കുന്നത് പഥ്യവചനത്തെ കുറിച്ചാണെന്ന് നമുക്ക് വ്യക്തമാണ്. പഥ്യവചനത്തെ ഗ്രഹിക്കുവാൻ പ്രാപ്തിയില്ലാത്ത, പാൽ കുടിക്കുന്ന ആദ്യ പാഠങ്ങൾ മാത്രം കേൾക്കുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കുന്ന, അല്ലെ പാൽ കുടിക്കുന്ന ശിശുക്കളെ പോലെ ആയിരിക്കുന്നവരെ പറ്റി പൗലോസ് ഇവിടെ പറയുകയാണ്. നിങ്ങൾ വളർച്ച പ്രാപിക്കുന്നില്ല. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ ആ കുഞ്ഞിന്റെ വളർച്ചയാണ് കാത്തുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞ് ശിശുവായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എനിക്ക് എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരു കൊച്ചുമോളുണ്ട്. ഞങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് നോക്കും, ഇടയ്ക്ക് നീളം നോക്കും, ഇങ്ങനെ ഓരോ പരിശോധനകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ കുഞ്ഞ് കിടന്ന് കളിക്കുന്നതൊക്കെ കാണാൻ വലിയ രസമാണ്. പക്ഷേ ഒരു ശിശുവിനെ നമുക്ക് ദൈവം നൽകി തന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞൊരു 4 വയസ്സ് കഴിയുമ്പോഴും ജനിച്ച പരുവത്തിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ കളിക്കുന്നുണ്ടാകാം, ചിരിക്കുന്നുണ്ടാകാം, പക്ഷെ മാതാപിതാക്കൾക്ക് അത് സന്തോഷമായിരിക്കില്ല. അതുപോലെ പൗലോസ് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവരുടെ ആത്മീക പിതാവ്, സുവിശേഷത്താൽ അവരെ ജനിപ്പിച്ച പിതാവ് താനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആത്മീക പിതാവായിരിക്കുന്ന പൗലോസിനെ സംബന്ധിച്ച് ഗുരുദേലേഖനത്തിൽ അദ്ദേഹം വളരെ ദുഃഖത്തോടെ പറയുകയാണ്, നിങ്ങൾ ഇപ്പോഴും ശിശുക്കളായിരിക്കുന്നു, ശേഷം മനുഷ്യരെ പോലെ ശിശുക്കളാ. നിങ്ങൾക്ക് പാല് കുടിപ്പാനേ പ്രാപ്തിയുള്ളൂ. പാലത്രേ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിവില്ല. ഇന്ന് നിങ്ങൾ ജഡികന്മാരാണ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? വളരുന്നില്ല.
ആത്മീക ഭോജനം, പത്യാഹാരം അവർ ഭക്ഷിച്ചുകൊണ്ട് വളരുന്നില്ല. അതുകൊണ്ടാണ് അവർ ജഡികന്മാരായിരിക്കുന്നത്. ജഡികന്മാരെന്ന് മറ്റുള്ളവരെ മുദ്ര ചാർത്തി കളയാതെ ദൈവവചനം എന്താണ് പറയുന്നത്? ഗുരുദേവലേഖനത്തെ പറ്റിയുള്ള ആ പുസ്തകം വായിച്ചിട്ടൊരു വളരെ സീനിയറായ ഒരു ദേവദാസനോട് പറയുകയുണ്ടായി, ഞാൻ ഇത്രനാളും ചിന്തിച്ചിരുന്നത് ജഡികന്മാരെന്ന് പറയുന്നത് ലോകമനുഷ്യൻ ഇപ്പോഴാണ് എനിക്ക് വെളിപ്പെട്ടത്. നമുക്ക് ഓരോന്ന് ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ്. ഇതൊന്നും നമ്മുടെ സ്വന്തം അറിവല്ല, ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ്. അപ്പം ആത്മീകമായി വളർച്ച പ്രാപിക്കുന്നില്ല, പത്യാഹാരം പ്രാപിപ്പാൻ താല്പര്യമില്ല, പത്യാഹാരം ഇഷ്ടമല്ല, വേണ്ടത് ഇപ്പോഴും എന്തുവാ? പാലാ. ഇച്ചിരി പഞ്ചസാര ചേർത്ത പാല് തന്നാൽ വളരെ നല്ലത്. നിങ്ങൾ ജഡികന്മാരാ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉള്ളത്. നിങ്ങൾ വളരുന്നില്ല. വളരണമെങ്കിൽ കട്ടിയായ ആഹാരം വേണം, പത്യാഹാരം വേണം. അത് ഭക്ഷിച്ചെങ്കിലേ വളർച്ച പ്രാപിക്കാനൊക്കത്തുള്ളൂ. കൊരിന്ത്യ സഭ കൃപാവരങ്ങൾക്കൊന്നും കുറവില്ലാത്ത സഭയാണ്. അവർക്ക് കൃപാവരങ്ങളുണ്ട്. ദൈവഭവനത്തിന്റെ കെട്ടുപണിക്കായി വ്യാപാരം ചെയ്യേണ്ടതാണ്. എന്നാൽ തങ്ങളുടെ കൃപാവരങ്ങളെ കുറിച്ച് നിഗളിക്കുന്നവരായി അവർ തീർന്നിരിക്കുകയാണ്. അവരുടെ ഇടയിൽ ജഡികന്മാരുണ്ട്. ദൈവസഭ അനുദിനം വളർന്നുകൊണ്ടിരിക്കണം. ഓരോ വിശ്വാസികളും വളർന്നുകൊണ്ടിരിക്കണം. വളരുവാനുള്ള പത്യാഹാരമാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് നാം ദൈവത്തെ അറിയുന്നത്. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് നാം ദൈവത്തെ അറിയുന്നത്. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവല്ല, ദൈവം നമ്മെ അറിയുകയും നാം ദൈവത്തെ അറിയുകയും ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനത്തിലൂടെ നാം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെ we get the knowledge about God. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുകയാണ്. ദൈവവചനം അനുസരിക്കുന്നതിലൂടെ നാം ദൈവത്തെ അറിയുകയും ദൈവം നമ്മെ അറിയുകയും ചെയ്യുകയാണ്. ദൈവവചനത്തിലൂടെ മാത്രമാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നത്. ആ പത്യാഹാരം ഭക്ഷിച്ചുകൊണ്ട് അനുദിനം വളരുവാൻ ഇടയാകണം. 3-ാം അധ്യായത്തിൽ തുടർന്ന് താൻ പറഞ്ഞിരിക്കുന്നത് ദൈവസഭ ദൈവത്തിന്റെ കൃഷിയാണെന്ന്. The church is the field of God. ദൈവത്തിന്റെ കൃഷിയാണ്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കുന്നത്. ദൈവത്തിന്റെ കൃഷി മുരടിപ്പിച്ച് കളയുവാൻ സാത്താൻ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, വിത്തിന്റെ ഇടയിൽ കളയുടെ വിത്ത് വിതച്ചിട്ട് പോകുന്ന സംഭവമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അത് ഉപമയായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കൃഷിയെ മുരടിപ്പിച്ച് കളയുവാൻ സാത്താൻ അഹോരാത്രം പരിശ്രമിക്കും. എന്നാൽ സാത്താന്റെ കെണിയിലാവപ്പെട്ട് മുരടിച്ചു പോകാതെ ദൈവവചനം എന്ന പത്യാഹാരം അത് പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃഷിയാകുന്ന സഭ തഴച്ച് വളർന്ന് ഫലം കായ്ക്കണം. 3-5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെ സഭയെക്കുറിച്ച് അത് ദൈവത്തിന്റെ കൃഷിയാന്ന് പറയുന്നു. ദൈവത്തിന്റെ മന്ദിരമാണെന്ന് അതിന്റെ അവസാന ഭാഗം 9 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസഭയെക്കുറിച്ച് അത് ദൈവത്തിന്റെ മന്ദിരമാണെന്ന് പറയുകയാണ്. ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവത്തിന്റെ സഭ. സഭയുടെ പണിയിൽ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ആ പോയിന്റ്സ് മാത്രം പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ മന്ദിരമാണ്. ആ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 16-ാം വാക്യം ഒന്ന് വായിച്ച്, 16-17 വാക്യങ്ങളൊന്ന് വായിച്ച്. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നാം ആരും താങ്ങർക്കുള്ളവരല്ല എന്ന് പൗലോസ് 6-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്. 6-19 വാക്യം ഒന്ന് വായിച്ച്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പലപ്പോഴും നമ്മളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു പറച്ചിലാണ്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇല്ല, നാം നമുക്കുള്ളവരല്ല, നാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ് നാം. വിശുദ്ധന്മാർക്ക് ആർക്കും ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം.
ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവിടെ പറയുകയാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പൊ ദൈവത്തിന്റെ കുടുംബമാണ്, ദൈവത്തിന്റെ കൃഷിയാണ്, ദൈവത്തിന്റെ മന്ദിരമാണെന്ന് മറ്റൊരു അലങ്കാരികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ മന്ദിരത്തെ പറ്റി 9 മുതലുള്ള വാക്യങ്ങൾ, 9ന്റെ 2-ാം ഭാഗം തൊട്ട് ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റിടത്ത് നട്ടെന്ന് പറഞ്ഞിരിക്കുന്നു. കൃഷി എന്നുള്ള നിലയിൽ പൗലോസ് പറയുകയാണ് ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ഇവിടെ പറയുകയാണ് ഞാൻ അടിസ്ഥാനമിട്ടിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് യേശു ക്രിസ്തു എന്ന 11-ാം വാക്യത്തിൽ യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ വായിച്ചു 11 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഓക്കെ, ഇവിടെ പണി, ദൈവസഭയുടെ പണി സംബന്ധിച്ച് പറയുകയാണ്. മന്ദിരമാണെന്ന് പറഞ്ഞല്ലോ. പണി സംബന്ധിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, പണിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, തിങ്സ് ടു കൺസിഡർ വെൻ ബിൽഡിംഗ് ചർച്ച്. ഒന്ന്, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയണം. മറ്റൊരു അടിസ്ഥാനം ഉണ്ടാകരുത്. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയണം. കർത്താവ് പാറമേൽ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന ആ ഭവനത്തെ പറ്റി പറയുന്നുണ്ട്. മണലിന്മേൽ പണിയുന്ന പണിയെ പറ്റി പറയുന്നുണ്ട്. കാറ്റും വെള്ളവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ മണലിന്മേൽ പണിത പണി അങ്ങ് വീണു പോകുന്നു. എന്നാൽ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്ന പണി അത് നിലനിൽക്കും. ആ പാറ ഏതാണ്? പാറ ഏതാണ്? യേശുക്രിസ്തുവാകുന്ന യുഗങ്ങളുടെ പാറയാകുന്ന യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നതായിരിക്കണം ദൈവത്തിന്റെ സഭ. ഏതെങ്കിലും വ്യക്തികളുടെ ആ പേരിലല്ല ദൈവത്തിന്റെ സഭ. ഞാൻ എന്റെ സഭയെ പണിയും എന്ന കർത്താവ് പറയുന്നത്. എന്റെ എന്ന് വളരെ പൊസസീവായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പുരുഷൻ തന്റെ ഭാര്യയെ പറ്റി എന്റെ ഭാര്യ, എന്റെ കുടുംബം എന്ന് പറയുന്നത് പോലെ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് വളരെ പൊസസീവായിട്ട് കർത്താവ് പറയുന്നത്. ഇന്ന് പലരും പല മനുഷ്യരുടെയും പേരിലാണ്. അവരൊക്കെ എന്താണ്? ഗ്രഹനിർമ്മാണത്തിൽ പങ്കാളികളായിരിക്കുന്ന വേലക്കാരാണ്. അവർക്ക് തക്ക പ്രതിഫലം കർത്താവിന്റെ വരവെങ്കിൽ ലഭിക്കും. അവർക്കല്ല മഹത്വം ഉണ്ടാകേണ്ടതുണ്ട്. സഭ ഒരു വ്യക്തിയുടെയല്ല, സഭ ദൈവത്തിൻ്റെതാണ്. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിയപ്പെടേണ്ടത്. ഒരു വ്യക്തിക്കും അല്ല മഹത്വം ഉണ്ടാകേണ്ട, ക്രിസ്തുവിന്മേൽ പണിയപ്പെടണം. ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത് അവിടെ പറയുന്നത് ബിൽഡ് വിത്ത് റൈറ്റ് മെറ്റീരിയൽസ്. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, പുല്ല്, വൈക്കോൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളാണ്. പുല്ലും വൈക്കോലും കൊണ്ടൊക്കെ പണിത നല്ല വലിയ പണിയായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും വൈക്കോൽ എന്ന് പറഞ്ഞാൽ പോലും അറിയില്ലായിരിക്കും. ഞങ്ങളുടെയൊക്കെ പ്രായക്കാർക്കൊക്കെ, അല്ലെങ്കിൽ ഒരു 10 വയസ്സൂടെ എന്നേക്കാ കുറഞ്ഞവർക്കും ഒക്കെ അറിയാം. വൈക്കോൽ കൊണ്ട് പണ്ട് തുറുവിടുക എന്ന് പറയും. വൈക്കോൽ ഇങ്ങനെ കൂട്ടിയൊക്കെ വെച്ച് വെക്കും. എന്നിട്ട് അതിങ്ങനെ ഒരു സ്ലോപ്പ് കാണും. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒലിച്ചങ്ങ് പോകും. താഴെ നിന്ന് നമ്മൾ വൈക്കോൽ വലിച്ചെടുത്തിട്ട് പശുവിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും ദിവസവും. വൈക്കോൽ കൊണ്ടൊക്കെ പണിത വലിയ പണിയായിട്ട് തോന്നും. എന്നാൽ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. അതൊക്കെ കൊണ്ട് പണിത് കഴിഞ്ഞാൽ വലിപ്പം വലുതായിട്ടൊന്നും കാണത്തില്ല. എന്നാൽ അത് മൂല്യമുള്ള വസ്തുവാണ്. അത് ഈടുറ്റ വസ്തുക്കളാണ്. അത് അഗ്നിജ്വാലകളെ അതിജീവിക്കുവാൻ കരുത്തുള്ളതാണ്. വിലയേറിയ വസ്തുക്കൾ കൊണ്ട് പണിയപ്പെടുക. ദൈവവചനത്തിനെ വെള്ളിയോട് ഉപമിച്ചിട്ടുണ്ട്. പ്രോവർബ്സ് 2:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സർഷ്യവാക്യങ്ങളിൽ വെള്ളിയോട് ഉപമിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങളിലും ആ സർഷ്യവാക്യങ്ങളിൽ തന്നെ പറയുന്നു വചനത്തിന്റെ മൂല്യം വെള്ളിയിലും തങ്കത്തിലും ഏറെയാകുന്നു എന്ന് പറയുന്നുണ്ട്. വിലയേറിയ മുത്തുകളെക്കാളും വിലയേറിയതാണ് ദൈവത്തിന്റെ വചനമെന്ന് സർഷ്യവാക്യങ്ങൾ
2-ാം അധ്യായം, 3-ാം അധ്യായം, 8-ാം അധ്യായം ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം ദൈവവചനം എന്ന വിലയേറിയ മൂല്യമുള്ള ശോധനയുടെ തീജ്വാലകളെ അതിജീവിക്കുവാൻ കരുത്തുള്ള പൊന്നും വെള്ളിയും തങ്കവും പോലുള്ള വസ്തുക്കളെ പോലെ വിലയേറിയതായ ദൈവത്തിന്റെ വചനം കൊണ്ട് പണിയുന്നുവെങ്കിൽ നിലനിൽക്കും. വലിപ്പമേറിയ പണിയായിരിക്കും, പക്ഷേ പാഴ്വസ്തുക്കൾ കൊണ്ട് പണിയപ്പെടുന്നത്, മനുഷ്യന്റെ ബുദ്ധിയും ജ്ഞാനവും കൊണ്ട് പണിയപ്പെടുന്നത്, വ്യക്തി വൈഭവം കൊണ്ട് പണിയപ്പെടുന്നത്, സമ്പത്ത് കൊണ്ട് പണിയപ്പെടുന്നത്, അതൊന്നും നിലനിൽക്കത്തില്ല. അതൊക്കെ മരവും തടിയും വൈക്കോലും ഒക്കെ പോലെ കത്തിപ്പോകും. അപ്പോൾ ശരിയായ വസ്തുക്കൾ ഉപയോഗിച്ച് പണിയുക. 3, ശരിയായ രൂപരേഖ അനുസരിച്ച് പണിയണം. എന്റെ സഭയെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വീട് പണിയുന്നവൻ അവൻ്റെതായ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരിക്കും. ഒരു ആർക്കിടെക്റ്റിനോട് അവന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ട് അത് തയ്യാറാക്കി കഴിയുമ്പോൾ അവൻ പറയും, അല്ല, ഇവിടെ അല്ല വരേണ്ടത് ബെഡ്റൂം, ഇവിടെയാണ് എന്റെ ഡ്രോയിങ് റൂം വരേണ്ടത്, ഇവിടെയാണ് കിച്ചൺ എന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് പോലെ ആർക്കിടെക്ട് അതിനെ വരച്ചിട്ട് ആ ഉടമസ്ഥന്റെ ബ്ലൂ പ്രിന്റ് അനുസരിച്ചാണ് പണിയപ്പെടുന്നത്. ഉടമസ്ഥന്റെ ബ്ലൂ പ്രിന്റ് മാറ്റിയിട്ട് കോൺട്രാക്ടറിന്റെ ഇഷ്ടം പോലെ പണിയുന്ന പണികളല്ല ശരിയായ പണി. യജമാനൻ നൽകിയ രൂപരേഖ അനുസരിച്ച് പണിയപ്പെടണം. ദൈവവചനത്തിലൂടെ വെളിപ്പെടുന്ന ആ രൂപരേഖ അനുസരിച്ചാണ് ദൈവസഭ പണിയപ്പെടുന്നത്. 4, ശരിയായ ഉദ്ദേശ്യത്തോടെ പണിയുക, വിത്ത് റൈറ്റ് ഇന്റൻഷൻ. 21-ാം വാക്യത്തിൽ പറയുന്ന, ആകയാൽ ആരും മനുഷ്യനിൽ പ്രശംസിക്കരുത്. മനുഷ്യന്റെ പ്രശംസയ്ക്ക് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ആയിരിക്കരുത് പണി. കർത്താവിന്റെ മഹത്വമാകും വേണം പണിയപ്പെടുവാനിടയാണ്. ദൈവവചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ, നമ്മുടെ പണിയിൽ നാം ഈ ബോധ്യത്തോടെ, ഈ അറിവോടുകൂടി പണി തുടരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയ സഹോദരൻ അജയ് യേശുദാസ് പ്രാർത്ഥിച്ചാട്ടെ. ഓക്കെ, അദ്ദേഹമില്ല. സുധാകരൻ പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥിച്ച നമ്മുടെ ക്ലാസ്. സുധാകരൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേശു കർത്താവെ, ഇന്ന് രാത്രി കാലത്തെ കർത്താവെ തിരുവചനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.